ഹൃദ്രോഗിയും കിഡ്നി രോഗിയുമായ വയോധികനെ പീഡന പരാതിയിൽ കൊടുവള്ളി പോലീസ് അറസ്റ്റ് ചെയ്യുകയും ജയിലിലടക്കുകയും ചെയ്ത സംഭവത്തിൽ ട്വിസ്റ്റ്. അത് വ്യാജ പരാതിയായിരുന്നുവെന്ന് പറഞ്ഞ് കുടുംബം നിയമ പോരാട്ടത്തിലാണ്. അവസാനം ഡിവൈഎസ്പി റാങ്കിലുള്ള ഉദ്യോഗസ്ഥനെ കൊണ്ട് പുനരന്വേഷണം നടത്താൻ മനുഷ്യാവകാശ കമ്മീഷൻ ഉത്തരവിട്ടു. 2024 ജനുവരി 16 കേസിനാസ്പദമായ സംഭവം. ഓമശ്ശേരി സ്വദേശി മുഹമ്മദ് എന്നയാൾക്കെതിരെ ഓമശ്ശേരിയിലെ ഒരു സ്വകാര്യ ഡെന്റൽ ആശുപത്രിയിലെ താൽക്കാലിക വനിതാ ഡോക്ടർ നൽകിയ പരാതിയിൽ കൊടുവള്ളി പോലീസ് കേസെടുക്കുകയായിരുന്നു. അങ്ങനെ ഒരു സംഭവം അവിടെ ഉണ്ടായില്ല. അവിടെ നിന്ന് പിരിഞ്ഞു ഒരു മാസത്തോടെ നിന്ന് പിരിഞ്ഞു പോകാമെന്ന് പറഞ്ഞു. അപ്പോൾ ചായ കുടിച്ച് പിരിയാന്ന് പറഞ്ഞ് ചായൻ്റെ പൈസ ഞാൻ കൊടുക്കാമെന്ന് പറഞ്ഞ് ചായ കൊണ്ടുവന്ന് ചായ കുടിച്ച് പൈസ ഞാൻ കൊടുത്ത് അവിടെ നല്ല നിലക്ക് പിരിഞ്ഞു പോയതാണ്. പിന്നീട് ഇങ്ങനെ ഒരു സാഹചര്യം ഉണ്ടാവാം എന്തായിരിക്കും കാരണം നിങ്ങൾ വിചാരിക്കുന്നത്? അത് അവൾക്കാടുന്ന് കൊടുത്ത പൈസ കുറഞ്ഞു പോകുക എന്തോ ചെയ്തിട്ട് അവൾക്ക് ചെറിയ പൈസ കൊടുത്തത്. അവൾ വിചാരിച്ച പൈസ ഒന്നും കൊടുത്തില്ല. അപ്പോൾ അങ്ങനെ ക്ലിനിക്ക് നാട്ടിക്കാനുള്ള അങ്ങനെ എന്തോ ആണെന്ന് എൻ്റെ ഒരു അവിടെ അങ്ങനെ ഒരു സംഭവം ഉണ്ടായില്ല. തൊട്ടടുത്ത് മുത്തൂറ്റ് ബാങ്ക് ഉണ്ട്, സർവീസ് സഹകരണ മറ്റേ ബാങ്ക് ഉണ്ട്, മെല്ലോ ബോട്ടിക്കിൻ്റെ മറ്റേതുണ്ട്, തുൺസാപ്പുണ്ട്, ഇതൊക്കെ ഉണ്ട്. അവിടെ 100 കണക്കിന് ആൾക്കാരുണ്ട്, ക്യാമറയുണ്ട്. അതിൻ്റെ അകത്തില്ല എന്നേ ഉള്ളൂ. അവരാരും ഒരു സാക്ഷിയോ വക്കീലോ ഒന്നും ഒരു ഇതാക്കിയില്ല, ഒരാരും കണ്ടിട്ടുമില്ല. അങ്ങനത്തെ ഒരു സംഭവം അവിടെ നടന്നിട്ടുമില്ല. വിശദാംശങ്ങളുമായി MG മിഥുൻ ചേരുന്നുണ്ട്. മിഥുൻ, 2024 ജനുവരിയിൽ നടന്ന സംഭവം ഏകദേശം 2 വർഷത്തോടടുക്കുന്നു. ഈ ഒരു പീഡന പരാതിയും മറ്റ് നടപടികളും ഉണ്ടായിട്ട് അന്ന് ഈ ഓമശ്ശേരി സ്വദേശി മുഹമ്മദിനെ പീഡനക്കേസിൽ പോലീസ് അറസ്റ്റ് ചെയ്തതാണ്. ഇപ്പോൾ ആ സംഭവത്തിന് പിന്നാലെ കുടുംബം, അതായത് ഈ മുഹമ്മദിൻ്റെ കുടുംബം നിയമ പോരാട്ടം നടത്തുന്നു. ഒടുവിൽ ഡിവൈഎസ്പി റാങ്കിലുള്ള ഉദ്യോഗസ്ഥൻ അന്വേഷിക്കണമെന്ന് മനുഷ്യാവകാശ കമ്മീഷൻ്റെ ഉത്തരവും വന്നിട്ടുണ്ട്. എങ്ങനെയായിരുന്നു ഈ കേസും അതിനുശേഷമുള്ള തുടർ നടപടികളും മറ്റ് നിയമ പോരാട്ടങ്ങളും? കഴിഞ്ഞ വർഷം ജനുവരി 16 ഈ കേസിനാസ്പദമായ സംഭവം നടക്കുന്നത്. അന്ന് ഓമശ്ശേരി സ്വദേശിയായിട്ടുള്ള മുഹമ്മദ് കൊടുവള്ളിയിൽ ഇത്തരത്തിലൊരു ഡെന്റൽ ക്ലിനിക്കിലേക്ക്, സ്വകാര്യ ഡെന്റൽ ക്ലിനിക്കിലേക്ക് പരിശോധനയ്ക്കായി എത്തുന്നു. ആ സമയം പരിശോധിച്ചതിന് ശേഷം ആ വേളയിൽ അവിടുത്തെ ഒരു ഡോക്ടറെ, യുവതിയായിട്ടുള്ള ഡോക്ടറെ കയ്യിൽ കയറി പിടിക്കുകയും ഒപ്പം തന്നെ ഉമ്മ വയ്ക്കാൻ ശ്രമിക്കുകയും ചെയ്തു എന്നുള്ള പരാതിയുടെ അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിൽ തൊട്ടടുത്ത ദിവസം ഈ മുഹമ്മദ് എന്നയാൾ അവിടുത്തെ സർക്കാർ ആശുപത്രിയിൽ അവിടുത്തെ മെഡിക്കൽ സ്റ്റോറിൽ മരുന്ന് വാങ്ങിക്കാൻ എത്തുന്ന വേളയിൽ പോലീസ് പൊടുന്നനെ എത്തി അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോവുകയും ചെയ്തത്. IPC 343, 354 വകുപ്പുകൾ പ്രകാരം FIR ഇട്ട് കേസെടുക്കുകയും ചെയ്ത് തുടർ നടപടികൾ സ്വീകരിക്കുകയും ചെയ്തു എന്നുള്ളതാണ് ഇവരുടെ ആരോപണം. അതായത് സാധാരണഗതിയിൽ ഇങ്ങനെ ഒരു കേസ് വരുമ്പോൾ അത് അന്വേഷിക്കണം, ആരോപണ വിധേയമായിട്ടുള്ള ആളെ അറസ്റ്റ് ചെയ്തതിനു ശേഷം അവിടെ എത്തി അല്ലെങ്കിൽ ഈ സംഭവം നടന്ന സ്ഥലത്തെത്തി കൃത്യമായ പരിശോധന നടക്കണം. ആ ഭാഗത്ത് ആരെങ്കിലും ഈ കേസിന് ഏതെങ്കിലും സാക്ഷികളുണ്ട് എങ്കിൽ അവരുടെ മൊഴി രേഖപ്പെടുത്തണം. സമീപത്തെ CCTV ദൃശ്യങ്ങളൊക്കെ ഉണ്ട് എന്ന് മുഹമ്മദ് പോലും പറയുന്നു. പക്ഷേ അതൊന്നും പരിശോധിക്കാതെ തന്നെ എന്തുകൊണ്ടാണ് ഇത്രയും പൊടുന്നതിന് ഇത്രയൊരു കേസ് വന്നപ്പോൾ തന്നെ, അല്ലെങ്കിൽ അങ്ങനെ ഒരു പരാതി വന്നപ്പോൾ തന്നെ ഈ വയോധികനായിട്ടുള്ള അല്ലെങ്കിൽ ചികിത്സയിൽ കഴിയുന്ന ഒരു വയോധികനെ ഇത്രയും അധികം പോലീസ് ഉദ്യോഗസ്ഥർ അവിടെ എത്തി അറസ്റ്റ് ചെയ്തുകൊണ്ട് പോയെന്നുള്ളൊരു ചോദ്യം നിലനിൽക്കുകയും ചെയ്യുന്നു. അന്ന് തന്നെ ഈ ഒരു വിഷയത്തിൽ ഈ മുഹമ്മദ് തന്നെ പറയുകയും ചെയ്യുന്നു. അതായത് പോലീസ് സ്റ്റേഷനിൽ എത്തിയതിനു ശേഷം നിരവധി പേപ്പറുകളിൽ തന്നെ ഒപ്പിടിച്ചു. അതിനു മുമ്പ് 50,000 രൂപ ഇവിടെ വെച്ച് നൽകിയാൽ നിങ്ങളെ ജയിലിൽ അടയ്ക്കാതെ പുറത്തേക്ക് വിടാം എന്നുള്ള കാര്യങ്ങൾ കൂടി ഈ പോലീസ് ഉദ്യോഗസ്ഥർ പറഞ്ഞിട്ടുണ്ട് എന്ന് മുഹമ്മദ് തന്നെ പറഞ്ഞു വെക്കുകയും ചെയ്യുന്നുണ്ട്. പക്ഷേ താനൊരു തെറ്റും ചെയ്തിട്ടില്ല, പൈസ ഒന്നും തരാനുള്ള നിവൃത്തി തനിക്കില്ല എന്നുള്ള കാര്യം പറഞ്ഞതിനെ തുടർന്ന് നിരവധി പേപ്പറുകളിൽ ഒപ്പിട്ട് വാങ്ങുകയും തുടർന്ന് സബ് ജയിലിലേക്ക് മാറ്റുകയും ചെയ്തു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ആ ഒരു കാര്യമാണ് മുഹമ്മദ് തന്നെ പറഞ്ഞു വെക്കുകയും ചെയ്തത്. തുടർന്ന് 4 ദിവസത്തോളം സബ് ജയിലിൽ കഴിയേണ്ടി വന്നു. പിന്നീട് കോടതിയിൽ ഹാജരാക്കിയ ശേഷം ആണ് ജാമ്യം ലഭിക്കുകയും ചെയ്തത്. അതിനുശേഷം വീണ്ടും ഈ മുഹമ്മദിൻ്റെ മകനോട് മുഹമ്മദ് ആവർത്തിച്ച് പറഞ്ഞു, ഞാൻ ഇങ്ങനെ ഒരു കാര്യം ചെയ്തിട്ടില്ല, ഒരു തരത്തിലും തൻ്റെ ഭാഗത്തുനിന്ന് ഇങ്ങനെ ഒരു തെറ്റുണ്ടായിട്ടില്ല, താൻ നിരപരാധിയാണ് എന്ന് ആവർത്തിച്ച് പറയുകയും അത് മകന് മനസ്സിലാക്കുകയും ചെയ്തതിനെ തുടർന്നാണ് നിയമ പോരാട്ടത്തിലേക്ക് ഈ കുടുംബം കടക്കുന്നത്. ഈ നിയമ പോരാട്ടത്തിൽ ഒപ്പം തന്നെ മനുഷ്യാവകാശ കമ്മീഷനെയും ഈ വിവരം ധരിപ്പിക്കുന്നു. തുടർന്നാണ് അത് ഈ ഒരു പരാതിയിൽ അല്ലെങ്കിൽ ഈ പരാതിയിൽ പോലീസിൻ്റെ ഭാഗത്ത് നിന്ന് കൃത്യമായ വീഴ്ചയുണ്ടായിട്ടുണ്ട്, ഒരു തരത്തിലുമുള്ള അന്വേഷണം നടന്നിട്ടില്ല എന്ന് ബോധ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ വിഷയത്തിലൊരു ട്വിസ്റ്റ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് എന്നുള്ളതാണ്. ഏകദേശം 1 വർഷത്തോട് അടുക്കുന്നു ഈ ഒരു സംഭവം കഴിഞ്ഞിട്ട് എന്നുള്ളതാണ്. അതിൽ ഈ SHO
പ്രജീഷിന്റെ നേതൃത്വത്തിലുള്ള സംഘം അന്ന് ഏത് തരത്തിലാണ് അന്വേഷണം നടത്തിയത്, അതിൽ ഏതെങ്കിലും തരത്തിലുള്ള കൃത്യവിലോപം ഉണ്ടായിട്ടുണ്ടോ, വീഴ്ച സംഭവിച്ചിട്ടുണ്ടോ തുടങ്ങിയ കാര്യങ്ങളടക്കം പരിശോധിക്കണമെന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ഇപ്പോൾ മനുഷ്യാവകാശ കമ്മീഷൻ DYSP റാങ്കിലുള്ള ഒരു ഉദ്യോഗസ്ഥനെ മേൽനോട്ടത്തിൽ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ചുമതലയിൽ ഒരു സംഘത്തെ നിയോഗിച്ചുകൊണ്ട് ഈ കേസ് കൃത്യമായി അന്വേഷിച്ചുകൊണ്ട് റിപ്പോർട്ട് തയ്യാറാക്കണം. പലപ്പോൾ നമുക്കറിയാം ഈ സംസ്ഥാനത്ത് രജിസ്റ്റർ ചെയ്യുന്ന പല പീഡന കേസുകളിലും നിരവധി കേസുകൾ വ്യാജമായിട്ടുള്ളതുകൊണ്ട്, വ്യാജ പരാതികളുണ്ട്. പോലീസ് ഇത്തരം സംഭവങ്ങളിലൊക്കെ അതിവേഗത്തിൽ നടപടികളിലേക്ക് കിടക്കും. ഇത് പോക്സോ കേസ് പോലും വിശദമായി അന്വേഷിച്ച് ഇപ്പോൾ നടപടി സ്വീകരിക്കേണ്ട ഒരു കാലമാണ്. കാരണം അത്രയധികം വ്യാജ പരാതികളുണ്ട്. ആളുകളെ ഒരു കള്ളക്കേസിൽ കൊടുക്കാൻ പീഡന പരാതി അല്ലെങ്കിൽ പോക്സോ പരാതി കൊടുക്കുന്ന സംഭവമുണ്ട്. ഒരുപക്ഷെ അങ്ങനെ ഒരു ചതിക്കപ്പെട്ടതാണോ മുഹമ്മദ് എന്ന് സംശയിക്കണം. പക്ഷെ അവിടെ പോലീസ് വിശദമായി ഈ കേസിൽ ഈ പരാതിയിന്മേൽ അന്വേഷണം നടത്തിയില്ല എന്നാണോ കുടുംബത്തിൻ്റെ ആരോപണം? തീർച്ചയായും അത് തന്നെയാണ്. അതായത് ഒരു തരത്തിലുമുള്ള അന്വേഷണം ഈ പരാതിയുമായി ബന്ധപ്പെട്ട് നടത്താതെയാണ് തന്നെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോയതെന്നാണ് ഈ കുടുംബവും ഒപ്പം തന്നെ മുഹമ്മദും പറയുകയും ചെയ്തത്. അതിൽ ചില കാര്യങ്ങൾ കൂടി അവർ പറഞ്ഞു വെക്കുന്നുണ്ട്. അതായത് തനിക്ക് എഴുത്തും വായനയും അറിയില്ല. ആ സമയത്ത് തന്നോട് ചില പേപ്പറുകളിൽ ഒപ്പിടാൻ പറഞ്ഞു, താൻ ഒപ്പിട്ട് നൽകി. അതല്ല, മറ്റൊരു കാര്യം കൂടി പോലീസുകാർ ആവശ്യപ്പെട്ടു. ഉടൻ തന്നെ 50,000 രൂപ നൽകിയാൽ ഈ കേസിൽ നിന്ന് ഒഴിവാക്കുകയും ചെയ്യാമെന്നുള്ളതാണ് പോലീസുകാർ നൽകിയ നിർദ്ദേശം. പക്ഷേ അത് നൽകാൻ തയ്യാറല്ല എന്ന് മുഹമ്മദ് പറഞ്ഞതോടുകൂടിയാണ് പിന്നീട് ജയിലിലേക്ക്, അതായത് നടപടിക്രമങ്ങൾ പൂർത്തിയാക്കിക്കൊണ്ട് ജയിലിലേക്ക് അയക്കുകയും ചെയ്തത്. 4 ദിവസം ജയിലിൽ കഴിയുകയും ചെയ്തു. തുടർന്ന് പുറത്തിറങ്ങിയതിന് ശേഷമാണ്, 4 ദിവസമാണ് കഴിഞ്ഞതെങ്കിൽ പോലും തന്നെ ഒരു തരത്തിലും നിരപരാധിയായിട്ടുള്ള ഒരാൾ പോലും ജയിൽ ശിക്ഷ അനുഭവിക്കരുത് എന്നുള്ളതാണ് നമ്മുടെ നിയമം അനുശാസിക്കുന്ന കാര്യം. പക്ഷേ അതിൽ ഈ മുഹമ്മദിന് ചെയ്തത് തെറ്റ് എന്താണെന്ന് പോലും അന്വേഷിക്കാതെ, അല്ലെങ്കിൽ അക്കാര്യത്തിൽ ഒരു സാക്ഷി പോലും ഇല്ലാത്ത കേസിൽ എങ്ങനെ തുടർ നടപടികൾ സ്വീകരിച്ചുകൊണ്ട് കോടതിയിൽ ഹാജരാക്കി ഈ പ്രതിയാക്കപ്പെട്ടുകൊണ്ട് ഈ മുഹമ്മദിനെ ജയിലിലടക്കാൻ പോലീസ് ഉദ്യോഗസ്ഥർക്ക് ഈ തിടുക്കം എന്തായിരുന്നു എന്നുള്ള ചോദ്യമാണ് ഇപ്പോഴും ഉയരുന്നത്. പക്ഷേ ഈ പരാതിക്കാരിയിൽ മേൽ ഏതെങ്കിലും തരത്തിൽ അന്വേഷണം നടത്തുന്നുണ്ടോ? ഈ മുഹമ്മദ് പറയുന്ന പോലെ തന്നെ കൊടുത്ത പൈസ കുറഞ്ഞു പോയി, അതിൽ ആ കാരണം ചൂണ്ടിക്കാണിച്ചായിരിക്കാം ചിലപ്പോൾ ഇങ്ങനെ ഒരു ആരോപണം ആ യുവതി ഉന്നയിച്ചതെന്നുള്ള ചില കാര്യങ്ങൾ കൂടി മുഹമ്മദ് പറഞ്ഞു വെക്കുന്നു. അത് ഒരു വശത്ത് നിലനിൽക്കുന്നുണ്ട്. അത് കേന്ദ്രീകരിച്ചുള്ള അന്വേഷണം സ്വാഭാവികമായും DSPയുടെ നേതൃത്വത്തിലുള്ള സംഘം പരിശോധിക്കുകയും ചെയ്യും. മറ്റൊന്ന്, ഈ മേഖലകളിൽ നമുക്കറിയാം കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി ഇങ്ങനെ ഒട്ടനവധി വ്യാജ പരാതികളുണ്ട്. അതിൽ നിരവധി പേർ ജയിലടയ്ക്കപ്പെടുന്നുണ്ട്. പിന്നീട് അത് കളവാണ് എന്ന് തെളിയിച്ച് അവർ നിരപരാധിത്വം തെളിയിച്ച് പുറത്തു വരുന്ന സാഹചര്യമൊക്കെ നമ്മൾ പലകുറി കാണുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ അവർ അനുഭവിച്ചിട്ടുള്ള യാതനകൾ അതൊരു തരത്തിലും അംഗീകരിക്കാൻ പറ്റാത്തത് തന്നെയാണ്. കാരണം അവർ തെറ്റുകാരല്ല എന്ന് കോടതി പിന്നീട് കണ്ടെത്തുകയും അല്ലെങ്കിൽ അന്വേഷണത്തിലൂടെ പിന്നീട് കണ്ടെത്തുകയും ചെയ്താൽ സമൂഹത്തിന് മുമ്പിൽ പണ്ട് ജയിലിൽ കിടന്ന ആളാണ് എന്നുള്ളൊരു പേര് ഒരു തരത്തിലും മാറില്ല എന്നുള്ളതാണ്. ആ രീതിയിലാണ് ഇത്തരത്തിൽ ഈ കിഡ്നി രോഗിയായിട്ടുള്ള ഹൃദ്രോഗിയായിട്ടുള്ള നേരിടേണ്ടി വന്നത് എന്നുള്ളത് തന്നെയാണ്. അദ്ദേഹം തെറ്റൊന്നും ചെയ്തിട്ടില്ല എങ്കിൽ ഇപ്പോൾ ഈ പോലീസിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിരിക്കുന്നത്, SHO പ്രജീഷിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിരുന്നത് വളരെ ഗുരുതരമായിട്ടുള്ള കൃത്യവിലോപം തന്നെയാണ് എന്നുള്ള കാര്യത്തിൽ ഒട്ടും സംശയമില്ല. എന്തായാലും നിലവിൽ അന്വേഷണം നടക്കുകയാണ്. കുടുംബത്തിന്റെ പരാതിയിന്മേൽ ആണ് ഇങ്ങനെ ഒരു അന്വേഷണത്തിലേക്ക് കാര്യങ്ങൾ എത്തുകയും ചെയ്തു. ഒരു പക്ഷേ അത് പോട്ടെ എന്ന് അന്ന് ആ കുടുംബം കരുതിയിരുന്നെങ്കിൽ ഈ കുടുംബത്തിനുണ്ടായിട്ടുള്ള മാനക്കേട് അതൊന്നും മാറാൻ സാധിക്കില്ലായിരുന്നു. ഒപ്പം തന്നെ ഈ വിഷയത്തിൽ വ്യാജ പരാതിയാണ് എങ്കിൽ അതടക്കമുള്ള കാര്യങ്ങൾ കണ്ടെത്താൻ ഇങ്ങനെ ഒരു സംഘത്തെ നിയോഗിക്കില്ലായിരുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എന്തായാലും നിലവിലെ സാഹചര്യത്തിൽ മനുഷ്യാവകാശ കമ്മീഷൻ കൃത്യമായി ഇടപെടൽ നടത്തിക്കൊണ്ട് ഒരു ഉത്തരവിറക്കുന്നു. DSP റാങ്കിലുള്ള സംഘത്തിന്റെ മേൽനോട്ടത്തിൽ ഈ വിഷയം, ഈ കേസ് പുനരന്വേഷിക്കും. അതിൽ കൃത്യമായ രീതിയിൽ തെളിവുകളടക്കം ഹാജരാക്കാൻ ഇവർ തയ്യാറാണ് എന്ന് കുടുംബം പറയുകയും ചെയ്യുന്നു. എന്തായാലും തന്റെ നിരപരാധിത്വം തെളിയുമെന്ന് തന്നെയാണ് ഈ കുടുംബം പ്രതീക്ഷിക്കുന്നത് ഇപ്പോഴും. വ്യക്തമാണ്. കോഴിക്കോട് കൊടുവള്ളി സ്വദേശി മുഹമ്മദിനാണ് ഈ ഒരു ദുരനുഭവം ഉണ്ടായത്. അതായത് വ്യാജ പരാതിയാണെന്ന് കുടുംബം പറയുന്നുണ്ട്. 2024 ജനുവരിയിലാണ് മുഹമ്മദിനെ ഒരു വ്യാജ പീഡന പരാതി, അതായത് പീഡന പരാതിയിന്മേൽ, ഒരു വനിതാ ഡോക്ടറുടെ പീഡന പരാതിയിന്മേൽ കേസെടുക്കുന്നത്. പിന്നീട് ആ കുടുംബം നിയമപോരാട്ടം നടത്തി. ഒടുവിൽ മനുഷ്യാവകാശ കമ്മീഷൻ്റെ ഉത്തരവ് വന്നിരിക്കുന്നു. DYSP റാങ്കിലുള്ള ഒരു ഉദ്യോഗസ്ഥന് കേസ് അന്വേഷിക്കണമെന്ന്. എന്തായാലും അന്വേഷണം നടത്തുന്നുണ്ട്. ഇതിൽ വീഴ്ച വരുത്തിയത് ആരാണ്? പോലീസ് ഉദ്യോഗസ്ഥരുടെ ഭാഗത്ത് വീഴ്ച ഉണ്ടായിട്ടുണ്ടെങ്കിൽ അവർക്കെതിരെയും നടപടി ആവശ്യമാണ്. തിരികെ എത്താം ഇടവേളകൾ.